ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലാം ഫാമിലി അറ്റ് ധന്യ. ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആഫ്രിക്കയിലുള്ള ഞങ്ങളുടെ ഗാനയിലുള്ള ഒരു ഫാൻസിയാണിത്. നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതും ഇവിടെ അങ്ങനെ ആളുകൾ വാങ്ങുന്നില്ല തോന്നുന്നു. ചിലതൊക്കെ പൊടി പിടിച്ചിട്ടുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്നും ഫാൻസിയിൽ വരാറില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കയറും. അപ്പോൾ ഞാൻ വന്നിട്ട് ഒരുപാടായി. അപ്പോൾ ഞാൻ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിലൂടെ നടന്നു പോകുന്ന സമയത്ത് ആ ചേച്ചീനെ വിളിച്ചു. എന്നാൽ ശരി, വന്നിട്ട് കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കാം എന്തൊക്കെയാണെന്ന്. This one is made in Ghana. This one is made in Ghana. Yes. ഈ മാലയൊക്കെ നമ്മൾ കാണുന്ന പോലെയല്ല കേട്ടോ. എടുക്കുന്ന സമയത്ത് നല്ല വെയിറ്റ് ഉണ്ട്. മുത്തെല്ലാം കൂടുമ്പോഴുള്ള വെയിറ്റ് ആണെന്നാണ് തോന്നുന്നത്. ആമിക്കുട്ടി ഇങ്ങോട്ട് വാ. ഇതാ ആമിക്ക് മാല തരാമ. ഇതാ ഉള്ളില് മാല ഉണ്ട്. ഞാനിന്ന് ഇതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് മാച്ച് ആയിട്ടുള്ള ഡ്രസ്സൊന്നല്ല ഇട്ടത്. ഓക്കെ, എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിയിട്ട് പറ. ഇഷ്ടമുണ്ടോ? നാട്ടിലാവുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കല്യാണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഡ്രസ്സിന് മാച്ചാക്കി ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കും. ഇതുപോലുള്ള മാല, കമ്മല്, വള. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ അതിനെല്ലാം മടിച്ചു. ഒന്നും വാങ്ങിക്കാറുണ്ടായിരുന്നില്ല. ഇതാ നിങ്ങൾക്കുള്ളതാണ്. വുമണിനും വേണമെങ്കിൽ വിയർ ചെയ്യാം എന്നാ പറഞ്ഞത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. മൊത്തം ഓരോന്ന് ഇവരെന്നെ ഉണ്ടാക്കുന്നതാണ്. Another design. This one look like. This one fits you. This one? Fits. Thank you. Nice collections. And this one too have bees. But this one is not made in Ghana. Made in Ghana ആണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലും കാണുന്നുണ്ട് അല്ലേ? ഇന്ത്യയിലും ഉണ്ട് ഇങ്ങനെയുള്ള കളക്ഷൻസ്. ഇതുപോലുള്ള ഓർണമെന്റ്സ് ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് നമുക്കിടയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ചിലർക്ക് സിമ്പിളായിട്ട് നടക്കാനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. ചിലർക്ക് ഇതുപോലെ വലിയ വലിയ ആഭരണങ്ങളൊക്കെ ഇട്ട് കുറച്ച് സ്റ്റൈലിൽ നടക്കാൻ ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കും. I should wait for her. Okay. It's beautiful. അമ്മീനെ ഡ്രസ്സിന് മാച്ച് ആക്കിയിട്ട് തൊടരുത്, തൊടാൻ പാടില്ല. It's beautiful. Wow. Wow. Add the earring. We should wear the earring for her. വെയിറ്റ് ചെയ്യാം. Please wait. Afternoon. Where you come from? My busy kakra. ഞങ്ങൾക്ക് കമ്മൽ അലർജിയാണ്. കമ്മൽ ഇട്ട് കഴിഞ്ഞില്ല ഞങ്ങൾ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. അതുകൊണ്ട് കമ്മൽ ഇടാറേ ഇല്ല. ഇത് ആരാണ്? കൈയെടുക്ക്, കൈ മാറ്റ്. ആരാ ഇത്? ഓക്കെ. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലുള്ളൊരു സിമ്പിളായിട്ടുള്ള ചെയിൻ ആയിരിക്കും എൻ്റെ കഴുത്തിൽ എപ്പോഴും ഉണ്ടാവാതിരിക്കാം. പിന്നെ കമ്മൽ, മാല, വള ഇതൊക്കെ അധികം ഉണ്ടാവാറില്ല. എപ്പോഴെങ്കിലും ഇട്ടാലായി. ഇങ്ങനെയുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. സ്ഥലം 30 CD ആണ്. 30 CD 30 CD. ഈ കൂട്ടത്തിൽ എനിക്ക് ഞാനിപ്പോൾ ഇട്ട ഈ ചെയിൻ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ആ സ്റ്റോൺ വരുന്ന സ്റ്റോൺ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ സാരിയിലേക്കൊക്കെ മാച്ച് ആവുന്നതാണ്. കഴുത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണത്. വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. ഏതെടുത്താലും 30 CD എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ഗാന CD വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തതാണ്. നാട്ടിലുള്ള ആർക്കെങ്കിലും ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂട്ടോ, ഏതാ ഇഷ്ടമായതെന്ന്. ഞാൻ വരുമ്പോൾ വേണമെങ്കിൽ വാങ്ങിയിട്ട് വരാം.
നമുക്കിവിടെ ഗാനയിൽ നമുക്ക് അധികം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് സ്ത്രീകളാണ് കച്ചവടം നടത്തുന്നത്. അധികവും ഇതുപോലുള്ള കച്ചവടങ്ങളൊക്കെ നടത്തുന്നത് സ്ത്രീകളാണ്. അപ്പോൾ അവർ നമ്മളെ നാട്ടിലെ പോലെ ഒരു റൂം സെറ്റപ്പ് ആക്കിയെടുത്ത് അതിനകത്ത് കച്ചവടം ചെയ്യുക അങ്ങനത്തെ രീതിയല്ല. അധികവും ഇതുപോലെ അവരൊരു ഷീറ്റ് ഇട്ടിട്ട് ഷീറ്റിന് താഴെ ഒരു കാലൊക്കെ കൊടുത്ത് ചെറിയൊരു മുറി പോലെ സെറ്റപ്പ് ചെയ്തിട്ട് അതിനകത്താണ് അവർ അധികവും കച്ചവടങ്ങൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ തുണികൾ വിൽക്കുന്നതാണെങ്കിലും ഇതുപോലെയുള്ള ഫാൻസി ഐറ്റംസ് ആണെങ്കിലും വേറെ ഭക്ഷണത്തിൻ്റെ ആണെങ്കിലും എല്ലാം ഇതുപോലെ വലിയ റൂം സെറ്റപ്പിലേക്കല്ല പോവാറുള്ളത്. പക്ഷേ അതേസമയം നമ്മൾ ഇവിടുത്തെ മാളുകളിലൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി വലിയ സെറ്റപ്പിൽ നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയും. ഞാനും നൈസും കൂടി വൈകുന്നേരം ആയപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഈ ഷോപ്പിൻ്റെ മുന്നിലൂടെ ജസ്റ്റ് പാസ് ചെയ്യുമ്പോഴായിരുന്നു ഇവിടെ ഉള്ളവർ വിളിച്ചത് ഞങ്ങളെ. എന്നാൽ ശരി നമുക്ക് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉള്ളിലേക്ക് കയറി വീഡിയോ എടുക്കാൻ ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു നൈസിനോട് ഏതായാലും വന്നതല്ലേ എന്നാൽ നീ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവളോട് ഇഷ്ടമുള്ളത് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എനിക്ക് ഡെയിലി വെയർ ആയിട്ടുള്ള ഏതെങ്കിലും മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതിൽ നോക്കിയപ്പോൾ അതിലൊക്കെ കുറച്ച് വലുതല്ലേ, അപ്പോൾ അതിലൊന്നും ഇഷ്ടമായില്ല. അപ്പോൾ അവർ പറഞ്ഞു പുറത്ത് കുറച്ച് കളക്ഷൻസ് ഉണ്ട്, എന്നാൽ ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോയി. പക്ഷെ അത് പറ്റ സിമ്പിളായതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്ക് കുറച്ച് നല്ലത് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഉള്ളിലേക്ക് വന്ന് അതിന്ന് പിന്നെ സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇതിനിടയ്ക്ക് അവിടെ ഇരിക്കുന്ന ആളുണ്ടല്ലോ നമ്മുടെ ആമിക്കുട്ടി, അവിടെ പുറത്ത് കവറിൽ വെച്ചിരിക്കുന്ന ഹെയർ ബാൻഡിൽ നിന്ന് ഒരു ഹെയർ ബാൻഡൊക്കെ എടുത്ത് തലയിലൊക്കെ വെച്ച് സെറ്റപ്പായി ഇരിക്കുകയാണ് അവിടെ. നൈസ് ഇപ്പോഴത്തെ ചെയിൻ എനിക്ക് തീരെ ഇഷ്ടമായില്ല, അതൊരു കളറ് പോകുന്ന ടൈപ്പ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ അകത്തേക്ക് വന്നിട്ട് അകത്ത് പറ്റുന്ന ഏതാ വെച്ചാൽ നോക്ക്, അതിൽ തന്നെ ഉണ്ടായിരിക്കും ചിലപ്പോൾ നല്ലത്, നീ അതിൽ തന്നെ നോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ അകത്തേക്ക് വരികയാണ്. നമ്മളെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരാളല്ലേ. അപ്പം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാനിതുപോലെ പുറത്ത് പോകുന്ന സമയത്ത് ഞാനും ഏട്ടനൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവൾക്ക് വാങ്ങിച്ചിട്ട് കൊടുക്കും. ഇപ്പോൾ ഇവരെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ചില സമയത്ത് അവരുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന, അവർ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ചിലപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എന്താ ഈ ചെയിൻ ഞാൻ പറഞ്ഞിട്ട് അവളെ എടുത്തതാട്ടോ. പിന്നെ അവളെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത്ര ഇഷ്ടമായിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വേണ്ട നമുക്ക് മാറ്റിയിട്ട് വേറെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെയുള്ള ചെയിനുകളുടെ ഇടയിൽ നിന്ന് ലാസ്റ്റ് ഞങ്ങൾ തിരഞ്ഞ് ഒരു ചെയിന് കണ്ടുപിടിച്ചു. ഡബിളായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വൈറ്റ് മുത്തും വരുന്നുണ്ട്, ഗോൾഡൻ കളറിലുള്ള ചെയിനും വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മാലയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അത് അവൾക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ ഇതും വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട, നിങ്ങൾക്ക് ഏത് മാലയാണോ ഇഷ്ടമായത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് വാങ്ങിച്ച് തരാം. അപ്പം നിങ്ങളെ കമൻസൊക്കെ പോരട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ആ സമയത്ത് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.